മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ 2 ലൈഫ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പം നമുക്കറിയാം, ഓരോ ചാപ്റ്ററിൽ നിന്നും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു സ്പെസിഫിക് കോൺസെപ്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് ഏകദേശം 7th സ്റ്റാൻഡേർഡ് തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതായത് പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോട്രോഫ്, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നവർ എന്ത് ചെയ്യുന്നു, സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രോസസ്സ്, അതായത് യൂസിങ് സൺലൈറ്റ് അല്ലേ, സൂര്യപ്രകാശം ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ്. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യം. പക്ഷെ 9th വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ കെമിക്കൽ പ്രോസസ്സും കൂടെ പഠിക്കുകയാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സിൽ, അതായത് അവരുടെ ക്ലോറോപ്ലാസ്റ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്, അതായത് ഹരിതകണത്തിൽ. ഈ ക്ലോറോപ്ലാസ്റ്റിൽ നമുക്കറിയാം ഗ്രാന, സ്ട്രോമ, അതുപോലെ തന്നെ തൈലക്കോയ്ഡ്സ് എന്നിങ്ങനെ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് സ്ട്രക്ചർ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പം ഓരോ 4 മാർക്കിന് ഡയഗ്രാം ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ലേബൽ ചെയ്യാൻ വരെ ചോദിക്കും. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം തന്നെ പഠിക്കണം. അതിനുശേഷം നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ ഫേസസിലേക്ക് വരുമ്പോൾ 2 ഫേസാണ് ഫോട്ടോസിന്തസിസിനുള്ളത്, ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്, അതായത് പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. എന്താണ് ഈ ഫേസസിൽ നടക്കുന്നത്? നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ക്ലോറോപ്ലാസ്റ്റിൽ സൺലൈറ്റും വാട്ടറും ഉപയോഗിച്ച് എന്തുണ്ടാക്കുന്നു, ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നു എന്നാണ്. പക്ഷേ ഈ പ്രക്രിയ നമ്മൾ 2 ഫേസ് ആയിട്ടാണ് പഠിക്കുന്നത്. അതായത് ലൈറ്റ് ഫേസിൽ സൺലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന് പ്രകാശഘട്ടം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഉപയോഗിച്ച്, സൺലൈറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, വാട്ടറിനെ ബ്രേക്ക് ചെയ്യുന്നു. വാട്ടറിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, H2O ആണ് വാട്ടർ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആയിട്ട് അത് മാറുന്നു. അങ്ങനെ ഓക്സിജൻ റിലീസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അവിടെ ബാലൻസ് ആവുന്നത് എന്താണ്, നമ്മുടെ ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഈ ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് മറ്റൊരാൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ATP, നമ്മുടെ എനർജി കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എനർജി ആയിട്ടുള്ള ATPയും അതുപോലെ തന്നെ ഹൈഡ്രജനും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗ്രാനയിൽ നിന്ന്, അതായത് ലൈറ്റ് ഫേസിൽ നടക്കുന്ന ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഭാഗമാണ് ഗ്രാന, അവിടെ നിന്ന് നേരെ അത് സ്ട്രോമയിലേക്ക് പോകുന്നു. ഇപ്പോൾ സ്ട്രോമയിൽ എന്ന് പറഞ്ഞാൽ അവിടെ സൺലൈറ്റ് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് ഡാർക്ക് ഫേസ് ആണ്. ഇപ്പോൾ ഇരുണ്ട ഘട്ടത്തിൽ, അതായത് ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിലാണ്. അവിടേക്ക് വന്നിട്ടുള്ള ഈ ഹൈഡ്രജനും അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ അബ്സോർബ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡും എന്ത് ചെയ്യുന്നു, ATP ഉപയോഗിച്ചിട്ട് കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നിട്ട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിലുള്ള കാർബണും ഓക്സിജനും ഹൈഡ്രജനും കൂടെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഫോർമേഷൻ നടന്ന ഒരു വലിയ കോമ്പൗണ്ടായി മാറുന്നു. അതാണ് നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജസ് ആണ് നമ്മൾ ഈ 2 ഫേസിലും പഠിക്കുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം, അത് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ പഠിക്കണം, 2 ഫേസസ്, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും തമ്മിലുള്ള ഡിഫറൻസസും പഠിക്കണം. ഇത്രയും പഠിച്ചാൽ ഈ ഒരു ഭാഗം വളരെ ക്ലിയർ ആണ്. ഓണപരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നന്നായിട്ട് തന്നെ പഠിക്കുക. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടെ തരികയാണ്. നമ്മൾ ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ് പഠിക്കുന്നുണ്ട്. ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഫേസിലാണ്, ATP എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്, അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഫേസ് ഏതാണെന്നും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സീ യു സൂൺ, ബൈ ബൈ.